യാത്ര അയക്കുന്നു. അയ്യോ പാവം. അല്ല, അവർക്കറിയാം ഈ പോകുന്ന ഭർത്താവ് തിരിച്ചു വരില്ല. പക്ഷേ ഈ ഭാര്യമാരും പെണ്ണുങ്ങളും പോകുന്നത് മരിച്ച ആളുകൾ ശുശ്രൂഷിക്കാൻ, അവർക്ക് ഭക്ഷണം കൊടുക്കാൻ, പിന്നെ അവരെ നല്ല സ്ത്രീകൾ മേത്ത് കുളിപ്പിക്കുന്നത്, കുളിപ്പിക്കലില്ല ശ്രോതാക്കളെ. അപ്പോൾ അങ്ങനെയല്ല ചിന്തിക്കേണ്ട അവസ്ഥ ഒരു കുടുംബത്തിൻ്റെ പോകുന്ന ഇത് അന്ന് റൊണാൾഡ് റീഗൻ ആയിരുന്നു പ്രസിഡന്റ് അമേരിക്കൻ്റെ. ഇത് മാർഗരറ്റ് താച്ചർ ബ്രിട്ടീഷ് പ്രൈം മിനിസ്റ്റർ. അത് ഗോർബച്ചേവ് റഷ്യയുടെ. ഇത് ഹുസ്നി മുബാറക്ക് ഈജിപ്തിൻ്റെ. അത് ഹസൻ രാജാവ് ജോർഡാൻ്റെ. ഇവരെല്ലാം ഇതിൻ്റെ കൂടെയാണ്, സദ്ദാമിൻ്റെ കൂടെയാണ്. ഇറാനേറ്റൊക്കെയാണ്. എപ്പോഴും സൗദിക്ക് ഇതെല്ലാം ഉണ്ട്. ഇത് മറ്റേ ഫ്രാൻസിൻ്റെ ആക്കാനുള്ള പേരാണ്. അവിടെ നിന്ന് പിടിച്ച് കെട്ടി കൊണ്ടുവന്നാ ഇത്രയെല്ലാം ചെയ്തിട്ട് ഞങ്ങളെ ലാസ്റ്റ് അനുഭവിച്ച് ഞങ്ങളൊന്ന് കാണിക്കണം. അപ്പൊ നമ്മളിപ്പോ അകത്ത് കയറിയിട്ട് കണ്ടല്ലോ. അപ്പൊ അത് മൊത്തത്തിലൊന്ന് സമ്മപ്പ് ചെയ്യാൻ വേണ്ടിട്ട് അതൊക്കെ എന്തെങ്കിലും കാര്യം പറയാൻ. പറഞ്ഞാല് ഇപ്പൊ ഈ മ്യൂസിയത്തിന്റെ പേരാണ് നമ്മൾ കണ്ടത്. പിന്നെ
ഇസ്ലാമിക് റിവല്യൂഷൻ ആൻഡ് ഹോളി ഡിഫൻസ് മ്യൂസിയം. അപ്പോൾ അത് പറയുന്ന കഥകൾ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ 1979 ശേഷമുള്ള കഥ. 79 എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ആയത്തുല്ലാ ഖൊമൈനി ഫ്രാൻസിൽ നിന്ന് വന്നിറങ്ങുന്നത് ഇറാനിയൻ റിവോല്യൂഷൻ്റെ കാലം. അതായത് രാജഭരണത്തിൽ നിന്ന് ജനാധിപത്യത്തിലേക്ക് എന്നൊക്കെ പറയാം. ഈ സമയത്ത് എന്ത് സംഭവിച്ചെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ജനാധിപത്യത്തിൽ വന്ന ഇറാനിയൻ വിപ്ലവത്തോട് കൂടിയിട്ട് ഗൾഫ് മേഖലയിൽ മൊത്തം ഉള്ള രാജാക്കന്മാർക്കും അവിടെയുള്ള ഈ ഏകാധിപതിമാർക്കും ഒരു പേടിയുണ്ടായിരുന്നു. ഈ ഇറാനിയൻ വിപ്ലവം അടുത്ത പ്രദേശങ്ങളിലേക്ക് പടരുമോ എന്നുള്ള പേടിയുണ്ടായിരുന്നു. അപ്പോൾ അതിന് കണ്ടൊരു വഴിയാണ് ഇറാൻ ഉണ്ടാക്കിയത്. അതായത് സദ്ദാം ഹുസൈൻ പിന്നെ ഇറാഖിൻ്റെ പ്രസിഡന്റും സോവിയറ്റ് യൂണിയൻ്റെ പ്രസിഡന്റ് ബ്രെസ്നേവുള്ള കാലത്ത്, ആ സമയത്ത് അമേരിക്കയിൽ റൊണാൾഡ് റീഗൻ, ബ്രിട്ടനിൽ താച്ചർ, മാർഗരറ്റ് താച്ചർ ഇവരൊക്കെ ഭരിക്കുന്ന കാലം. ഇവർ കൂട്ടായി എടുത്ത തീരുമാനമാണ് എങ്ങനെ ഇറാനെ പൊളിച്ചെടുക്കാന്നുള്ളത്. കാരണം പേടിയെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇത് തൊട്ടടുത്ത് ഇറാഖിലേക്ക് പകരാൻ സാധ്യതയുണ്ട്, ഇപ്പുറത്ത് സൗദി അറേബ്യ ഉണ്ട്, ഇപ്പുറത്ത് ഗൾഫ് രാജ്യങ്ങളുണ്ട്. അപ്പോൾ അതിനവർ കണ്ടെത്തിയ മാർഗം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഷാത്ത് അൽ അറബ് വാട്ടർവേ എന്ന് പറഞ്ഞിട്ട് ഈ രണ്ട് രാജ്യങ്ങളിലും പങ്കുവെക്കുന്ന ഒരു നദീജലമുണ്ട്. ഈ നദീജലവുമായിട്ട് ബന്ധപ്പെട്ടിട്ട് 1975 തന്നെ ഇറാൻ ഇറാഖ് നമ്മുടെ എഗ്രിമെൻ്റ് ഉണ്ടായിരുന്നു. പക്ഷെ ആ എഗ്രിമെൻ്റ് സ്വമേധയാ സദ്ദാം റദ്ദ് ചെയ്തിട്ട് ഇറാനിൽ ഭരണാധികാരി മാറിയപ്പം ആ എഗ്രിമെൻ്റ് ബാധകമല്ല എന്നുള്ള പേരും പറഞ്ഞിട്ട് കയറി അറ്റാക്ക് ചെയ്തു. ഈ യുദ്ധം തുടർന്ന് 2887 ദിവസം, 8 കൊല്ലത്തിൽ കൂടുതൽ കഴിഞ്ഞിട്ട് ഈ യുദ്ധം അവസാനിച്ചു. ഏകദേശം 5 ലക്ഷത്തിൽ കൂടുതൽ ഇറാനികൾ മരിച്ചു. അതാണ് ആ ചിത്രീകരണങ്ങളാണ് നമ്മളിവിടെ കണ്ടത്. നമ്മളിപ്പോൾ സത്യത്തിൽ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എനിക്ക് ആ രംഗങ്ങൾ ഇങ്ങനെ ചിത്രീകരിച്ച് കണ്ടപ്പോൾ സത്യത്തിൽ മനസ്സ് പൊട്ടിപ്പോകുന്ന രംഗങ്ങളാണ് ഓരോ കുടുംബത്തിലും ഇറാനിൽ നടന്നുകൊണ്ടിരിക്കുന്നത്. ആക്ച്വലി ഇതിൻ്റെ ഇടയിൽ ഞാൻ ഒന്ന് പറയട്ടെ, ആക്ച്വലി ഞങ്ങളിത് റീഷൂട്ട് ചെയ്യാണ് കേട്ടോ. ഒരു തവണ ഷൂട്ട് ചെയ്ത് വാപ്പ ഭയങ്കര ഇമോഷണലായി, അതിൻ്റെ അകത്തുനിന്ന് തന്നെ വാപ്പ ഭയങ്കര ഇമോഷണലായി. അപ്പോൾ ഞങ്ങളിത് റീഷൂട്ട് ചെയ്യാം, അതുകൊണ്ടാണ് ഡ്രസ്സൊക്കെ ചേഞ്ച് ആയി കാണുന്നത്. അപ്പോൾ ഇങ്ങനെയുള്ള ഒരു വളരെ വേദനാജനകമായ ഒരു അവസ്ഥയിലൂടെയാണ് ഈ 8 വർഷം ഇറാൻ കടന്നുപോയത്. മൊത്തം കുടുംബങ്ങളിൽ ആണുങ്ങളിൽ മൊത്തം യുദ്ധത്തിൽ നഷ്ടപ്പെട്ടു. യുദ്ധം അവസാനിച്ചു. 88 യുദ്ധം അവസാനിച്ചു. 90 വീണ്ടും അൾജീരിയയിൽ വെച്ച് എഗ്രിമെൻ്റ് നടന്നു. ഈ യുദ്ധത്തിൻ്റെ അനന്തര ഫലം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഒന്നും സമ്പാദിച്ചില്ല എന്നതാണ്. ഇറാഖിനൊന്നും കിട്ടിയില്ല. ഇറാൻ ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ ഒരുപാട് സാമ്പത്തിക നഷ്ടങ്ങളുണ്ടായി, ജനങ്ങൾ നഷ്ടപ്പെട്ടു. പക്ഷെ അവസാനമായിട്ട് സദ്ദാം ഹുസൈൻ വിജയിച്ചു എന്ന് പറയാൻ കഴിയും. പിന്നീട് അവിടെ നിന്ന് തുടർന്ന് അങ്ങോട്ട് പോകുന്നത് ഇവിടെ ചിത്രീകരിച്ചിട്ടുള്ളത് മുഴുവനും ഇവരുടെ യാതനകളുടെയും ആ യുദ്ധം ഇവരെങ്ങനെയാണ്. അതായത് എന്താണ് സംഭവിച്ചതെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഒരു ഭാഗത്ത് ഈ സദ്ദാം ഹുസൈൻ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇടതുപക്ഷ ബാത്ത് പാർട്ടിയുടെ നേതാവാണ്. നമ്മൾ പച്ച മലയാളത്തിൽ പറഞ്ഞാൽ കമ്മ്യൂണിസ്റ്റുകാരൻ എന്ന് പറയും. ഇയാൾ ഈ സദ്ദാം ഹുസൈൻ ഏറ്റവും കൂടുതൽ സപ്പോർട്ട് കിട്ടിയിരുന്നത് സോവിയറ്റ് റഷ്യയിൽ നിന്നാണ്. സൗദിയും ഗൾഫ് രാജ്യങ്ങളും ഇയാളെ സഹായിക്കാൻ വന്നപ്പോൾ അമേരിക്ക ഇയാളുടെ കൊടുക്കും. ഒരു ഭാഗത്ത് ഇറാൻ ഒറ്റക്കാണ്, മറുഭാഗത്ത് ലോകരാജ്യങ്ങൾ മൊത്തത്തിലാണ്. അങ്ങനെയാണ് യുദ്ധം നടന്നത്. പക്ഷേ ഇറാനൊരു ഹിസ്റ്ററി ഉണ്ട്. ഇറാനൊരു ഹിസ്റ്ററി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ, ഇറാൻ്റെ ചരിത്രം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഒരു കോളനിക്കും ഇറാൻ വഴങ്ങിയിട്ടില്ല. കാരണം ഇപ്പോൾ ഇന്ത്യ ഒരുപാട് കാലം ബ്രിട്ടീഷിൻ്റെ കീഴിലായിരുന്നു. അങ്ങനെയുള്ള ഓരോ കോളനി വൽക്കരണമുള്ള കാലത്ത് ഇറാൻ ഒരിക്കലും ഒരു കോളനിയുടെയും ഭാഗമായിട്ടില്ല. ഇറാന് പുരാതനമായ അവരുടേതായ പേർഷ്യൻ സാമ്രാജ്യം ഉണ്ടായിരുന്നു. അതിനുശേഷം രാജാക്കന്മാരായിരുന്നു. ഈ ഷാ കുടുംബമായിരുന്നു ഭരിച്ചുകൊണ്ടിരുന്നത്. പക്ഷേ ഈ അവസാന ഘട്ടത്തിൽ ഷാ ഈ ഇറാനിൻ്റെ ഓഫീസിൻ്റെ കാലത്ത് അയാളൊരു ഫ്ലൈറ്റിൽ ഇവിടുന്ന് കുടുംബസമേതം നാട് വിട്ടു. പനാമയിലേക്ക് പോയി, പിന്നെ അമേരിക്കയാക്കി, പിന്നെ അവിടെ അഭയാർത്ഥി കൊടുത്തു, പിന്നെ അമേരിക്കയിൽ സെറ്റിലായി എന്നൊക്കെയാണ് പറയപ്പെടുന്നത്. പക്ഷേ ഇത് വന്ന് നോക്കുന്നത് നമ്മളീ കണ്ട ചിത്രങ്ങൾ, ഈ കണ്ട ദയനീയ കഥകൾ, ഇതെല്ലാം കൊണ്ട് ലോകത്തിന് എന്ത് സമ്പാദിച്ചു? ലോകത്ത് ഈ ഇറാൻ ഇത്രയും ആക്രമിക്കുകയും നശിപ്പിക്കുകയും ഒക്കെ ചെയ്തിട്ട് സദ്ദാം ഹുസൈൻ എന്ത് നേടി? നമ്മൾ വിലയിരുത്തുമ്പോൾ ഇപ്പോഴും നമ്മുടെ നാട്ടിൽ സദ്ദാം ഹുസൈൻ ഭയങ്കര ആളാണെന്നൊക്കെ പറഞ്ഞിട്ട് അവതരിപ്പിക്കുന്ന ആളുണ്ട്. പക്ഷെ സദ്ദാം എൻ്റെ വ്യക്തിപരമായ അഭിപ്രായത്തിൽ സദ്ദാമിനെ ഒരു നല്ല നേതാവെന്ന് പോലും പറയാൻ കഴിയും. കാരണം എന്താ, 8 വർഷം, ഏകദേശം 8 വർഷത്തിൽ കൂടുതൽ പിന്നെ ഇറാനായിട്ട് യുദ്ധം ചെയ്തു.
ഒരുപാട് ഇറാഖികളെ കുരുതി കൊടുത്തു. ഇറാൻ ഇലക്ടഡ് ലീഡർ അല്ലല്ലോ ആള്. എല്ലാം അയാൾ ഡിക്റ്റേറ്റർ ആയിരുന്നു. അയാളൊരു ആർമി ഒരു ഓഫീസറായിരുന്നു. പിന്നീട് ഈ ഇവിടുത്തെ പ്രസിഡന്റായി സ്വമേധയാ പ്രഖ്യാപിച്ചു. ഇലക്ഷൻ നടക്കാറില്ല, അയാൾ തന്നെയാണ്. സാധാരണ കമ്മ്യൂണിസ്റ്റ് രാജ്യങ്ങളിലുള്ളതുപോലെ മരിക്കുന്നവരെ നേതാവ് മൊത്തം. പിന്നീട് എന്ത് സംഭവിച്ചു? ഇറാന്റെ ഇപ്പം അതിൻ്റെ ഒരാളുടെ പിന്നെ ഒരു നേതാവിൻ്റെ നേതൃപാടവത്തെ നമ്മൾ മനസ്സിലാക്കുന്നത് അയാളുടെ ജീവിതം കൊണ്ടാണ്. അപ്പോൾ ഈ ഇറാഖ് യുദ്ധത്തിന് ശേഷം പിന്നീട് അടുത്ത പ്രശ്നം വന്ന കുവൈത്തുമായിട്ടാണ്. ആ കുവൈത്തിന് എന്താ കാരണം? ഇറാൻ ഇറാഖ് യുദ്ധകാലത്ത് പിന്നെ ഇറാഖിൻ്റെ സമുദ്രാതിർത്തിയിൽ നിന്ന് കുവൈത്ത് എണ്ണ എടുത്തു. അങ്ങനെ എന്തോ ഒരു പ്രശ്നം തുടങ്ങിയത്. ലാസ്റ്റ് ഒരു സുപ്രഭാതത്തിൽ അയാൾ കുവൈത്തിനെ ആക്രമിച്ചു. പിന്നെ അമേരിക്ക വന്നു. പിന്നീടുണ്ടായ പിന്നെ ഇയാളുടെ അടുത്ത് മാസ് ഡിസ്ട്രക്ഷൻ പിന്നെ ഇതുണ്ടെന്ന് പറഞ്ഞു, ആയുധങ്ങളുണ്ടെന്ന് പറഞ്ഞു. അങ്ങനെ കയറി അറ്റാക്ക് ചെയ്തു. ഇന്നിപ്പം നമ്മൾ ഈ 2 രാജ്യങ്ങളും കറങ്ങിയത്. ഈ 2 രാജ്യങ്ങളും നോക്കുമ്പോൾ ഇറാനിൽ നമ്മൾ കാണുന്നത് ശരിക്കും ഒരു സ്വർഗ്ഗമാണ്. കാരണം എല്ലാം ഉണ്ട് ഇറാനിൽ, അവരുടേതായ സെൽഫ് മെയ്ഡാണ്. അവർ എന്തൊക്കെ അവർക്ക് വേണം അവിടെ ഉണ്ടാക്കുന്നുണ്ട്. അതുപോലെ തന്നെ ഇൻഫ്രാസ്ട്രക്ചർ മൊത്തം നോക്കുകയാണെങ്കിൽ വളരെ നല്ല ഇൻഫ്രാസ്ട്രക്ചറാണ് രാജ്യത്തിൻ്റെ. ജനങ്ങളാണെങ്കിലോ വളരെ സൗഹൃദ മനോഭാവമുള്ള. ഇപ്പം നമ്മൾ വന്നിറങ്ങിയത് തൊട്ടിട്ട് നമ്മൾ വീട്ടിലേക്ക് വിളിക്കാൻ ആൾക്കാരുണ്ട്, നമുക്ക് എണ്ണ അടിച്ച് തരാൻ ആൾക്കാരുണ്ട്, നമുക്ക് വെള്ളം കൊണ്ടുവരാൻ ആൾക്കാരുണ്ട്, നമുക്ക് പിന്നെ ഫ്രൂട്ട്സ് വാങ്ങിച്ചു തരാൻ ആൾക്കാരുണ്ട്. പക്ഷെ നമ്മൾ ഇറാഖിലേക്ക് പോയത്. ഇറാഖിൻ്റെ അവസ്ഥ എന്താ? ഒരുപാട് കുട്ടികളെയും സ്ത്രീകളെയും വൃദ്ധരെയും നമ്മൾ റോഡിൽ പിച്ചെടുക്കുന്നത് കാണും. റോഡിൻ്റെ അവസ്ഥ എന്താണ്? നമ്മൾ ഒരു ദിവസം ഇറാനിൽ വണ്ടി ഓടിച്ച സമയത്ത് നമുക്ക് വണ്ടി വാഷ് ചെയ്യേണ്ടി വരും. ഇറാഖിൻ്റെ അവസ്ഥ അതാണ്. അപ്പോൾ ഇതൊക്കെയാണ് ഒരു യുദ്ധത്തിൻ്റെ ഫലം. ഈ യുദ്ധങ്ങൾ മുഴുവൻ ഇറാഖ് ചെയ്തിട്ട് നമ്മൾ നിഷ്പക്ഷമായിട്ട് നിരീക്ഷിക്കുകയാണെങ്കിൽ ഇറാഖ് ജനതകൾക്ക് സദ്ദാം ഹുസൈൻ നഷ്ടങ്ങൾ മാത്രം വാങ്ങിച്ചു കൊടുത്തു. ആ രാജ്യത്തെ മൊത്തം കുത്തുവാളെടുപ്പിച്ചു എന്ന് മാത്രമേ പറയൂ. ഓക്കെ.